ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഈസി ആയിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ കേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മൈദപ്പൊടിയൊക്കെ വെച്ചിട്ടാണല്ലോ സാധാരണ തയ്യാറാക്കാറുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് റവ കൊണ്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാൻ മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. വലിയ ജാറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊടിച്ച പഞ്ചസാരയ്ക്ക് ആണെങ്കിൽ ഒരു കപ്പ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. റവയുടെ ഒരു 1/4 അര ടു 1/4 അത്രയും മതി. പഞ്ചസാര കൂടുതൽ വേണമെന്നില്ല. പിന്നെ അതിലേക്ക് ഒരു കപ്പ് തന്നെ ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയ്ക്ക് നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഒരുപാട് കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കാര്യങ്ങളും കിട്ടില്ല. ഇനി ഞാനൊരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ കോഴിമുട്ടേൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കപ്പ് റവയല്ല എടുത്തിരിക്കുന്നത്. ആ അളവിനാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചേരുവകൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുട്ട ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. മുട്ട കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടിക്കോളും. ഇനി ഞാനൊരു 3 ഏലക്കായ എടുത്തിട്ട് അതിൻ്റെ കുരു മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കായ പൊടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏലക്കായ ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ക്യുമിൻ സീഡ്സ് ഉണ്ടല്ലോ, അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. മുട്ടയുടെ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. മിക്സിയിൽ നമ്മൾ അടിക്കുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്ന് അരച്ചെടുത്താൽ മതിയാവും. പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കപ്പ് റവയല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് വെള്ളം തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. മുട്ട ചേർത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടുതൽ ഒഴിച്ച് കൊടുക്കേണ്ടി വരും. എന്നിട്ട് ഇതുപോലെ നല്ല രീതിയിലൊന്ന് അങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരഞ്ഞിട്ടാൽ മതി കേട്ടോ. ഒരുപാട് ഫൈനായിട്ട് അരഞ്ഞ് കിട്ടണമെന്നൊന്നുമില്ല. ഇതുപോലെ ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത് ഈ ഒരു തിക്നെസ് തന്നെ വേണം. എന്നാലാണ് കറക്റ്റായിട്ട് നമുക്ക് പൊങ്ങിയിട്ട് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി അതിലേക്ക് കുറച്ച് അപ്പക്കാരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ അപ്പക്കാരം ചേർത്ത് കൊടുക്കുന്നത്. ഈ അപ്പക്കാരം എന്ന് പറയുന്നത് നമ്മളെ ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ഇതുപോലെ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നമുക്കിതിനെ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിന് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ ഒരു പാത്രത്തിൽ ഇതുപോലെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നും വിടർത്തി എടുക്കാനൊക്കെ ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് കഴിഞ്ഞോളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് ബേക്ക് ചെയ്യുന്ന കേക്ക് ടീൻ ഉണ്ടല്ലോ, അതിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് അതിലേക്ക് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി ഓയിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് നിന്ന പ്ലേറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിൽ വേണമെങ്കിൽ നമ്മൾ വട്ടയപ്പൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ അതുപോലെ ഒഴിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നല്ല രീതിയിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ബാറ്ററി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ടോട്ടൽ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഈസി ആയിട്ടുള്ളൊരു ഈവനിങ് റെസിപ്പി തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ അധികം ടൈമും വേണ്ട, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ. നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാനായിട്ട് കഴിയുകയും ചെയ്തോളും. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ സ്റ്റീമർ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റീം ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലാണെങ്കിലും ചെറിയ ബൗളൊക്കെ ഉണ്ടാവില്ലേ, സ്റ്റീലിൻ്റെ ബൗളിൽ അതിൽ വേണമെങ്കിലും തയ്യാറാക്കാം. അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സിലൊക്കെ നമുക്കിതുപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ബാറ്ററിങ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ടോട്ടൽ നമുക്കിത് കുക്ക് ചെയ്ത് കിട്ടാനായിട്ട് ഒരു 5 മിനിറ്റ് മതിയാവും. കൂടുതൽ ടൈം വെക്കണ്ട. കൂടുതൽ ടൈം വെക്കുന്ന സമയത്ത് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് പൊട്ടി കീറാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അധികം ടൈം എടുക്കാതെ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടിക്കോളും. അപ്പോൾ ഞാനൊരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുക്കായിട്ടില്ല എന്ന് ടെൻഷനൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ടൂത്ത് ബ്രേക്കൊക്കെ വെച്ചിട്ട് നമ്മൾ സാധാരണ കേക്കൊക്കെ കുത്തി നോക്കില്ലേ, അതുപോലെ തന്നെ ഒന്ന് കുത്തി നോക്കിയാൽ മതിയാവും കേട്ടോ. എന്നിട്ട് നമ്മളിതുപോലെ എടുത്താൽ മതി. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്ത് എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് ഇതുപോലെ പെട്ടെന്ന് എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഞാനിതാ കട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടല്ലേ, കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് പൊടിഞ്ഞൊക്കെ പോട്ടോ. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണിത്. അപ്പോൾ റവ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കൊരു പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്